അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 3-ാം ക്ലാസ്സിലെ ഈ കഴിഞ്ഞ ഹൈസ്കൂൾ അറ്റാച്ച്ഡ് സ്കൂളുകളിൽ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇതിലാദ്യം തന്നെ നമുക്ക് വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. അപ്പോൾ ആ സമയത്ത് ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് നോക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം എഴുതുക. ഓരോ ക്വസ്റ്റ്യൻ്റെയും മുമ്പ് എന്ത് രൂപത്തിലാണ് അത് ചെയ്യേണ്ടത് എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാകും. പിന്നെ ചോയ്സുള്ള ചോദ്യങ്ങൾക്ക് എ ഓർ ബി എന്ന് ചോയ്സുള്ള ക്വസ്റ്റ്യൻസ്ക്ക് ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോയ്സുള്ള ക്വസ്റ്റ്യനാണ് അല്ലേ. എ എന്നവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിന് താഴെ പി എന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഏതെങ്കിലും ഒന്നും ചെയ്യേണ്ടതുള്ളൂ, രണ്ടും കൂടി ചെയ്യേണ്ടതില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവിടെ തന്നിട്ടുള്ള നുക്മിൽ ഖായിമത്തൽ അസ്ആദ് ബിർറഖമി വൽ ഹുറൂഫ്, വില വിവര പട്ടിക പൂർത്തീകരിക്കുക. ബിർറഖമി വൽ ഹുറൂഫ്, നമ്പറുകളും അതുപോലെ തന്നെ വാക്യത്തിലും എഴുതിയിട്ട് പൂർത്തീകരിക്കാം. അഥവാ അവിടെ ഓരോന്നിൻ്റെയും വില തന്നിട്ടുണ്ട്. ചിലയിടത്ത് നമ്പറാണ് തന്നിട്ടുള്ളത്, ചിലയിടത്ത് അതിൻ്റെ വില എഴുതിയിട്ട് അക്ഷരത്തിൽ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ തന്നിടത്ത് അക്ഷരത്തിൽ എഴുതി പൂർത്തീകരിക്കുകയും അക്ഷരത്തിൽ തന്നിടത്ത് നമ്പർ എഴുതി പൂർത്തീകരിക്കണം നമുക്ക് വേണ്ടത്. അപ്പോൾ ഒന്നാമത് അശറ അല്ലേ, 10 എന്നാണ് തന്നിട്ടുള്ളത്. 10 എന്താണ് അറബി പറയാം? 10 അശറ എന്നാണ് പറയാം. നമുക്കവിടെ അശറ എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് ഗ്ലൂവിന് എത്ര റേറ്റ്? 25 അല്ലേ. 5 5 20. അപ്പോൾ എത്രയാണ്? 25. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണോ നമ്മൾ മലയാളത്തിലൊക്കെ നമ്പർ എഴുതുക അതേ രൂപത്തിൽ തന്നെയാണ് അറബിയിൽ നമ്പർ എഴുതേണ്ടത്. നമ്മൾ അറബി എഴുതുന്നത് പോലെ വലത്ത് നിന്ന് ഇടത്തോട്ട് നമ്പർ എഴുതാൻ പാടില്ല. ഇപ്പോൾ 25 എന്നുള്ളത് ഇടത്ത് നിന്നാണ് എഴുതി തുടങ്ങി. 2 5 ആദ്യം 2 ഇടത്ത് ഭാഗത്താണ് എഴുതേണ്ടത്. വളരെയധികം ശ്രദ്ധിക്കുക. അടുത്തത് കലമിൻ്റെ റേറ്റാണ്. കലമിനോട് 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം 20-നാണ് 20 എന്ന് പറയാം. അപ്പോൾ 20 എന്നവിടെ എഴുതി കൊടുക്കുക. പിന്നെ പെൻസിൽ അല്ലേ, പെൻസിലിൻ്റെ അവിടെ 2 തന്നിട്ടുണ്ട്. വാഹിദും വൈസ്റൂൻ അവിടെ തന്നിട്ടുണ്ട് അല്ലേ. അടുത്തത് കത്രിക മിഖസിന് 24 റേറ്റ് പറയുന്നത്. 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 എന്ന് പറഞ്ഞാൽ 4ആണ്. 20 അല്ലേ. അപ്പോൾ 24 മിഖസിൻ്റെ റേറ്റ്. അടുത്തത് കിതാബാണ്. കിതാബിന് റേറ്റ് അവിടെ 30 കൊടുത്തത്. 30 എന്താ അറബി പറയാം? അപ്പോൾ അതിന് അറബിയിൽ സലാസുന എന്നാണ് പറയാം. നമുക്ക് അവിടെ സലാസുന എന്ന് എഴുതി കൊടുക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ബി വേണമെങ്കിൽ ചെയ്യാം, രണ്ടാലൊന്ന് ചെയ്താൽ മതി. നുക്മിൽ കശ്ഫ അസ്ആലിൽ ഖദ്റവാത്തി വൽ ഫവാക്കിഹ്. ഖദ്റവാത്തിൻ്റെയും ഫവാക്കിഹിൻ്റെയും, ഖദ്റവാത്ത് പറഞ്ഞാൽ പച്ചക്കറികൾ, ഫവാക്കിഹ് പറഞ്ഞാൽ ഫ്രൂട്ട്സ്, അതിൻ്റെ വില വിവരപ്പട്ടിക പൂർത്തീകരിക്കാം. നമ്മൾ ഇതേ ചെയ്ത അതേമാതിരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആദ്യം ടൊമാറ്റോമിന് അവിടെ 20 രൂപയാണ് റേറ്റ് പറയുന്നത്. 20-ന് അറബിയിൽ എന്താണ് പറയുക എന്നുള്ളതാണ് എഴുതേണ്ടത്. 20-ന് അറബിയിൽ പറയുന്നത് എത്രയാണ്? 20. അടുത്തത് ജസർ, ക്യാരറ്റിന് എന്താണ് റേറ്റ് ഉള്ളത്? 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 അല്ലേ. 5 5 20 20, അപ്പോൾ 25. ഖിയാർ, കക്കരിക്കൊക്കെ എന്താണ് റേറ്റ്? 21 അല്ലേ. ഒന്നിന് എന്താ പറയുക? ഒന്നിന് വാഹിദ്. 20-ന് എന്താ പറയുക? 20. അപ്പോൾ വാഹിദുൻ 20, ഒരു വാവ് എൻ്റെ ഇടയിൽ കൊടുത്തിട്ട് എഴുതാം. വാഹിദ് 20. അടുത്തത് ബസൽ, ഉള്ളിക്ക് നമ്മൾ സ്വന്തമായിട്ട് റേറ്റ് കൊടുക്കുക, അതവിടെ എഴുതാം. നമുക്ക് ഉദാഹരണത്തിന് അവിടെ 30 കൊടുക്കാം. 30-ന് എന്താ പറയുക അറബിയിൽ? സലാസുന. അവിടെ ഏത് കൊടുത്താലും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. നമുക്ക് എന്നതാണ് എഴുതണമെന്ന് അവിടെ തന്നിട്ടില്ല. അടുത്തത് ബാദിഞ്ചാൻ അല്ലേ, വഴുതനങ്ങക്ക് അവിടെ 29 അല്ലേ. 9-ന് എന്താ പറയുക? 9. 20-ന് എന്താ പറയുക? 20. അപ്പോൾ 20. അപ്പോൾ നമ്മുടെ ആ ക്വസ്റ്റ്യൻ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു.
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മൾ നഖറ ഉൽ ജുമല വനുക്മിൽ ബിക്കൽമാത്തിൽ മുനാസിബ. സെൻറ്റൻസുകൾ വായിക്കുക, മാച്ചായ യോജിച്ച വാക്കുകൾ ചേർത്ത് അവിടെ സെൻറ്റൻസ് പൂർത്തീകരിക്കുക. നമ്മൾ പുസ്തകത്തിൽ പഠിച്ചതാണ്. വാട്സപ്പിൻ്റെ ഫോട്ടോ ഉണ്ട്, ഫേസ്ബുക്കിൻ്റെ ഫോട്ടോ ഉണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഫോട്ടോ ഉണ്ട്. അതൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് അല്ലേ. അതിനിടയിലൊരു കള്ളിയിൽ 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. 4 നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള 4 വാക്കുകൾ. ഒന്നെന്താണ്? ഒന്നാമത് നസ്രി സ്വദാക്ക, ഫ്രണ്ട്ഷിപ്പ് വ്യാപിപ്പിക്കുക. രണ്ടാമത് ദർദശ, ചാറ്റ് ചെയ്യുക. മുഷാഹലത്ത് വീഡിയോ കാണാൻ. കിതാബത്ത് ദർസ്, പാഠം എഴുതുക അല്ലേ. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും ഡ്യൂട്ടി എന്താണെന്ന് നമുക്ക് ഇതുണ്ടാവും. നോക്കട്ടെ, നമുക്ക് നോക്കാം. ആദ്യം വാട്സപ്പ് പറയുന്നു. വാട്സാപ്പ്, ഞാൻ വാട്സപ്പാണ്. ഇസ്തഖ്ദിമുനി നാസ്, എന്നെ ജനങ്ങൾ ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടിയാണ് വാട്സപ്പ് ഉപയോഗിക്കുന്നത്? സ്വദാഖത്ത് വർദ്ധിപ്പിക്കാനാണോ? അല്ല ചാറ്റ് ചെയ്യാനാണോ? വീഡിയോ കാണാനാണോ? പാഠം പഠിക്കാനാണോ? എന്തിനാണ്? ദർദശ അല്ലേ. അപ്പോൾ നമുക്ക് ദർദശ എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കാം. ഇനി അടുത്തതാണ് ഫേസ്ബുക്ക്. ഞാൻ ഫേസ്ബുക്കാണ്. ഫേസ്ബുക്ക് എന്നിട്ട് എന്താ പറയേണ്ടാവുക? മുമ്പത്തെ പറഞ്ഞ പോലെ ഇസ്തഖ്ദിമുനിന്നാസ് അല്ലേ. ഇസ്തഖ്ദിമുനിന്നാസ് അവിടെയും എഴുതി കൊടുക്കുക. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ജനങ്ങൾ ഉപയോഗിക്കുന്നത്? ഫേസ്ബുക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നസ്രി സ്വദാഖ അല്ലേ. അപ്പോൾ സ്വദാഖത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. അത് അവിടെ എഴുതി കൊടുക്കുക. അടുത്തത് ഒരു ഡാഷ് ആദ്യം തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? ബാക്കി 2 ഭാഗത്തും അന എന്നാണ് ഫസ്റ്റിൽ വന്നത്. അപ്പോൾ ഇവിടെയും അന തന്നെയാണ് കൊടുക്കേണ്ടത്. അന യൂട്യൂബ്, മുമ്പ് പറഞ്ഞതുപോലെ ഇസ്തഖ്ദിമുനിന്നാസ് അവിടെയും കൊടുക്കുക. ഇസ്തഖ്ദിമുനിന്നാസ് എന്തിനു വേണ്ടിയാണ് യൂട്യൂബ് ഉപയോഗിക്കുന്നത്? വീഡിയോ കാണാൻ അല്ലേ. അപ്പോൾ മുഷാഹലത്തി വീഡിയോ കാണാൻ എന്നുള്ളത് അവിടെ കൊടുക്കുക. അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. അർസലൽ മുദരിസു ബിതാഖത്തൻ മിസാലിയത്തൻ ഫി വാട്സാപ്പ്. ക്ലാസ്സിലെ അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് ഒരു മോഡൽ ID കാർഡ് അയച്ചു കൊടുത്തു. ഇംല മാലൂമാത്ത്, അതിൽ അവരുടെ ഇൻഫർമേഷൻസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമുക്കൊന്ന് പൂർത്തിയാക്കാം. അപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ വെച്ചാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അൽ ഇസ്മ, നമ്മുടെ പേരാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. നമ്മുടെ പേര്, ഉദാഹരണം നമുക്ക് എഴുതാം മുഹമ്മദ്. സുഫ് എന്ന് പറഞ്ഞാൽ എന്താ? സുഫ് എന്ന് പറഞ്ഞാൽ ക്ലാസ്. നമ്മുടെ ക്ലാസ് എത്രയാണ്? നമ്മൾ 3ാം ക്ലാസ്സിലാണല്ലേ. നമ്മുടെ 3 എഴുതി കൊടുക്കാം. സുഫ് സാലിസ്. അടുത്തത് അൽ ഉംർ, വയസ്സ് എത്രയാണ്? നമ്മുടെ വയസ്സ് 8 വയസ്സ് അല്ലെങ്കിൽ 9 വയസ്സ്. 8 എന്താ പറയുക? 8 സമാനിയ എന്നാ പറയാം അല്ലേ. നമുക്ക് സമാനിയ എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ നമ്പറുകളെല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ സമാനിയ എന്ന് എഴുതി കൊടുക്കുക. ഇസ്മുൽ വാലിദ്, നമ്മൾ പുസ്തകത്തിൽ പഠിച്ചത് ഇസ്മുൽ അബ്, ഇസ്മുൽ ഉമ്മ് എന്നൊക്കെയാണ്. ഇസ്മുൽ വാലിദ് എന്ന് കേട്ട് നമ്മൾ ടെൻഷൻ ആവേണ്ട. വാലിദ് എന്ന് പറഞ്ഞാൽ ഉപ്പാടെ പേരാണ്. അപ്പോൾ ഉപ്പാടെ പേര് ഉദാഹരണം നമുക്ക് ഉസ്മാൻ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേരെങ്ങനെ എഴുതേണ്ടത്, വാപ്പാടെ പേരെങ്ങനെ എഴുതേണ്ടത്, ഉമ്മയുടെ പേരെങ്ങനെ എഴുതേണ്ടത് എന്നെല്ലാം നമ്മൾ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് തെറ്റില്ലാതെ എഴുതാം. ഉസ്മാൻ. ഇസ്മുൽ മദ്രസ, മദ്രസയുടെ പേര്, സ്കൂളിൻ്റെ പേര്. അൽ മദ്രസത്തുൽ ഇബ്തിദാഇയ്യ അൽ ഹുക്മിയ്യ, മദ്രസക്ക് പേരവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളവിടെ മദ്രസയുടെ സ്ഥലം കൂടി അവിടെ എഴുതിക്കാൻ മതി. അപ്പോൾ ഉദാഹരണം മലപ്പുറമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഇസ്മുൽ മദ്രസത്തുൽ ഇബ്തിദാഇയ്യ അൽ ഹുക്മിയ്യ ബി മലപ്പുറം. തൃശ്ശൂരാണെങ്കിൽ ബി തൃശ്ശൂർ എന്ന് കൊടുത്താൽ മതി. ഓരോ നാടും ഓരോ എഴുതി കൊടുത്താൽ മതി. 3ാമത്തെ ദിവസം നോക്കാം. 3ാമത്തതിലും ബാവുണ്ട്. ഇത് നക്തശിഫ് ഷാദ വനക്തുബ്, ഒറ്റപ്പെട്ടത് ഏതാണെന്ന് കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ 1ാമത് വായിക്കാം. സൂമ്, ബത്താത്തിസ്, റുമാൻ, ടൊമാറ്റിം. സൂമ് ഉള്ളിയാണ് അല്ലേ, വെളുത്തുള്ളിക്കാണ് സൂം എന്ന് പറയുക. ബത്താത്തിസ് പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ്. റുമാൻ എന്ന് പറഞ്ഞാൽ റുമാൻ പഴം. ടൊമാറ്റിം തക്കാളി. അപ്പോൾ ഇതിലേതാണ് ഒറ്റപ്പെട്ടത്? റുമാനാണ് അല്ലേ. റുമാൻ പഴമാണ്, ബാക്കിയുള്ളതൊക്കെ റുമാൻ ഫവാക്കിഹാണ്, ബാക്കിയുള്ളതൊക്കെ ഖദ്റവാത്തിൽപ്പെട്ടതാണ്. അഹ്മർ, അസ്റ, അസ്ഫർ, അഖ്ലർ. അഹ്മർ ചുവപ്പ്, അസ്ഫർ മഞ്ഞ, അഖ്ലർ പച്ച. അസ്റ എന്ന് പറഞ്ഞ കളറിൻ്റെ പേരാണോ? അല്ല, വേഗത്തിൽ ഓടുന്നത് എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ അസ്റ എന്നുള്ളത് കളറല്ല. അപ്പോൾ അതാണ് ഒറ്റപ്പെട്ടത്. അപ്പോൾ അതവിടെ ഭാഗത്ത് എഴുതി കൊടുക്കുക. അടുത്തത് യജ്ലിസു, യദ്ഹബു, യുനല്ലിഫു. യജ്ലിസു ഇരിക്കുന്നു, യദ്ഹബു പോകുന്നു, യുനല്ലിഫു വൃത്തിയാക്കുന്നു, ഖറജ പുറപ്പെട്ടു. ഇവിടെ ആദ്യത്തെ 3 എന്താണ്? അതൊക്കെ മുലാരിയാണ്. എന്താ മുലാരിയാന്ന് എങ്ങനെയാണ് മനസ്സിലായത്?
യാ കൊണ്ടിട്ടല്ലേ, എല്ലാത്തിനും തുടക്കത്തിൽ യാ കാണാം. അപ്പോൾ അതൊക്കെ ഫിഅൽ മുദാരിയാണ്. ബാക്കിയുള്ള ഒറ്റപ്പെട്ടത് ആരാണ്? ഖറജ എന്നുള്ളതാണ് ഒറ്റപ്പെട്ടത്. അത് ഫിഅൽ മാളിയാണ്, അതാണ് ഒറ്റപ്പെട്ടത്. അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് നോക്കൂ, കുറത്തുൽ ഖദം, കുറത്തുസല്ല, സല്ലത്തുൽ മുഹമ്മലാത്ത്, ക്രിക്കറ്റ്. കുറത്തുൽ ഖദം ഫുട്ബോൾ, കുറത്തുസല്ല നമ്മൾ പഠിച്ചതാണ് ബാസ്ക്കറ്റ് ബോൾ. സല്ലത്തുൽ മുഹമ്മലാത്ത് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ബാസ്ക്കറ്റാണ്. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ്. അപ്പോൾ ഇതിലേതാണ് ഒറ്റപ്പെട്ടത്? സല്ലത്തുൽ മുഹമ്മലാത്ത് അല്ലേ. ബാക്കിയുള്ളതെല്ലാം കളികളാണ്. കളിയുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒന്നിൻ്റെ പേരാണ് സല്ലത്തുൽ മുഹമ്മലാത്ത്. ബി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നുലവിൻ വനക്തുബ് കമാഫിൽ മിസാൽ. നുലവിൻ നമുക്ക് കളർ കൊടുക്കാം, വനക്തുബു നമുക്ക് എഴുതാം, കമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ തന്നതുപോലെ. ഉദാഹരണം നോക്കൂ, ഒരു കറുത്ത കാക്കയുടെ ഫോട്ടോ തന്നിട്ട് പറഞ്ഞു ഹുറാബൻ അസ്വദ്, കറുത്ത കാക്ക. അപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് ഒരു ആപ്പിളുണ്ട്. അപ്പോൾ ആപ്പിളിൻ്റെ കളർ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. എന്താണ് ആപ്പിളിൻ്റെ കളർ? അഹ്മർ കളറാണ്. അപ്പോൾ നമുക്കവിടെ അഹ്മർ കളർ കൊടുക്കണം. എന്ത് എഴുതണം? തുഫാഹുൻ അഹ്മർ എന്ന് എഴുതണം. തുഫാഹുൻ അഹ്മർ അല്ലേ. ഇനി അതിൻ്റെ അടിയിൽ ആരാണുള്ളത്? ഒരു പാരറ്റാണുള്ളത്. പാരറ്റിന് തത്തമ്മയുടെ കളർ എന്താണ്? തത്തമ്മയുടെ കളർ പച്ചയാണ്. നമുക്ക് തത്തമ്മക്ക് പച്ച കളർ കൊടുക്കണം. പച്ച കളർ കൊടുക്കുമ്പോൾ വൃത്തിയായ കളർ കൊടുക്കുക. എന്നിട്ട് തത്തമ്മയുടെ കളർ എന്താണ്? അഖ്ലർ കളറാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതാ ബബഖ, തത്തമ്മക്ക് ബബഖ എന്നാ പറയാം. ബബഖ അഖ്ലർ. അടുത്തെന്താണ്? ക്യാരറ്റാണ് അല്ലേ. ക്യാരറ്റ് എന്താ പറയുക? ക്യാരറ്റിന് ജസർ എന്നാ പറയാം അല്ലേ. ക്യാരറ്റിൻ്റെ കളർ എന്താ? ക്യാരറ്റിൻ്റെ കളറ് ബുർത്തുക്കാലി കളറാണ്. നമ്മൾ ക്യാരറ്റ് ബുർത്തുക്കാലി കളർ കൊടുക്കുക. ബുർത്തുക്കാലി കളർ കൊടുത്തിട്ട് നമുക്ക് എഴുതാം ജസറുൻ, ജസറുൻ ബുർത്തുക്കാലി, ജസർ ബുർത്തുക്കാലി. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നാലാമത്തെ ക്വസ്റ്റ്യനും എയും ബിയും ഉണ്ട് അല്ലേ. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നുക്മിൽ ബിമാ യുനാസിബു ഫിൽ മുറബ്ബ. കള്ളിയിൽ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, കുറച്ച് ഫിഅലുകളാണ്. അത് മാച്ചായ ഭാഗത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഫിഅലുകളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഒന്നാമത്തത് യഖൂമു, എഴുന്നേൽക്കുന്നു. യഗ്സിലു, കുളിക്കുന്നു. തദ്ഹബു, പോകുന്നു. നൽഅബു, കളിക്കുന്നു. നുനദ്ദിഫു, വൃത്തിയാക്കുന്നു. വഹാഫിളു, സൂക്ഷിക്കുന്നു അല്ലേ. ഇവിടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അക്ഷരങ്ങൾ, തുടക്കത്തിലുള്ള അക്ഷരങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം സിമ്പിളായിട്ട് എഴുതാൻ കഴിയും. നമുക്ക് നോക്കാം. യഖൂമു, യാ കൊണ്ടാണ് തുടങ്ങിയുള്ളത് അല്ലേ. യാ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കൽ? അവൻ എന്ന് പറയാനാണ് യാ ഉപയോഗിക്കൽ. യഖൂമു, യഗ്സിലു, ഇതൊക്കെ അവൻ എന്ന് പറയാൻ ഉപയോഗിക്കുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ താ ഉപയോഗിക്കൽ എപ്പോഴാണ്? അവൾ എന്ന് പറയാനാണ് താ ഉപയോഗിക്കൽ. നൂൻ ഉപയോഗിക്കൽ എപ്പോഴാണ്? നൽഅബു നുനദ്ദിഫു, നമ്മൾ, ഞങ്ങൾ എന്ന് പറയാനാണ് എന്ത് ഉപയോഗിക്കുക? നൂൻ ഉപയോഗിക്കുക. നഹ്നു എന്ന് പറയാനാണ് നൂൻ ഉപയോഗിക്കുക. ഹംസ ഉപയോഗിക്കൽ എപ്പോഴാണ്? അന വച്ച് പറയുമ്പോഴാണ് ഹംസ ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ഇവകൾ കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ചോദ്യം സിമ്പിളായിട്ട് എഴുതാൻ കഴിയും. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അന ഡാഷ് അല നളാഫത്തുൽ മദ്രസ. ഞാൻ മദ്രസ വൃത്തിയായി സൂക്ഷിക്കും എന്നാണുള്ളത് അല്ലേ. അപ്പോൾ അന വന്നതുകൊണ്ട് നമുക്ക് ഇനി വേറെ ഒന്നും ചിന്തിക്കാനില്ല. അന വന്നാൽ ഏതക്ഷരമാണ് വരിക? അന വന്നാൽ ഹംസയാണ് വരിക, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഹംസ ഉള്ളത് ഇവിടെ ഏതാണ്? ഉഹാഫു. നമ്മൾ അന ഉഹാഫിളു അല നളാഫത്തുൽ മദ്രസ, നമ്മളതിൻ്റെ കുറേ പോസ്റ്ററുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ നഹ്നു ഡാഷ് അസ്സഫ കുല്ലയോമിൻ, ഞങ്ങൾ എല്ലാ ദിവസവും ക്ലാസ്. ഇപ്പം നഹ്നു വന്നാൽ ഇനി നൂനുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ നൽഅബു നുനദ്ദിഫു രണ്ടെണ്ണം ഉണ്ട്. നൽഅബു എന്ന് ഞങ്ങൾ കളിക്കുന്നു എന്നാണ്, നുനദ്ദിഫു ആണ് ഞങ്ങൾ വൃത്തിയാക്കുന്നു. അപ്പോൾ അവിടെ ഏതാ വരിക? നുനദ്ദിഫു, വൃത്തിയാക്കുന്നു അല്ലേ. അപ്പോൾ അതവിടെ എഴുതാം. ഇനി ഡാഷ് അൽ വലതു മിനൻ നൗമി, കുട്ടി ഉറക്കത്തിൽ നിന്ന് നേരത്തെ എഴുന്നേൽക്കും എന്നാണ് അവിടെ. ഇപ്പോൾ എഴുന്നേൽക്കും എന്നുള്ള വാക്ക് ഏതാണ്? യഖൂമു അല്ലേ. അവൻ എന്നുള്ള ഇനി വലുതായതുകൊണ്ട് അവൻ അർത്ഥത്തിൽ, അപ്പോൾ യഖൂമാണ് അവിടെ വേണ്ടത്. പിന്നെ അൽ ബിന്തു ഡാഷ് ഇലൽ മദ്രസത്ത്, ബിന്തായതുകൊണ്ട് ഈ താ ഉള്ളതാണ് നോക്കേണ്ടത്. പെണ്ണായതുകൊണ്ട് താ തുടക്കത്തിൽ വരുന്നത് നോക്കിയാൽ മതി. ഇവിടെ ഏതാണ്? അൽ ബിന്തു തദ്ഹബു, പെൺകുട്ടി പോകുന്നു. എവിടേക്ക്? ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക് പോകുന്നു. വളരെ സിമ്പിളാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ കഴിയും. ഇത് തന്നെയാണ് ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യനുകളൊക്കെ വരാനുള്ളത്. പിന്നെ ബി നോക്കൂ. നെഖ്താറുൽ കലിമത്തുൽ മുനാസിബ, യോജിച്ച കലിമത്ത് വാക്ക് തിരഞ്ഞെടുക്കുക. വനക്തുബത് എഴുതാം. ഡാഷ് തുനദ്ദിഫുൽ യദൈൻ,
2 കൈകളും വൃത്തിയാക്കുന്നു. എന്നിട്ട് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അൽ ബിൻതു അന വൽ വലതും. ഇതിലേതാ കൊടുക്കേണ്ടി വരിക? ഇവിടെ തുനല്ലിഫു ത ആണ് ഫസ്റ്റിൽ വന്നിട്ടുള്ളത്. ആയതുകൊണ്ട് നമുക്ക് ഉറപ്പാണ് ആരാണ്, ഒരു പെൺകുട്ടിയാണ് അല്ലേ. ഇവിടെ പെൺകുട്ടിയുടെ പേരുന്നത് ബിൻത്താണ്. അപ്പോൾ ബിൻത്ത് നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം. അവിടെ ബിൻത്ത് എന്നെടുത്ത് എഴുതുക. അടുത്തത് യക്തുബു ഡാഷ് അദ്ദർസ. യക്തുബുൽ ഫസ്റ്റിൽ യ ആണ്. അപ്പോൾ ഒരു ആൺകുട്ടിയാവും, ഒരു ആണാവും ചെയ്തിട്ടുണ്ടാവാം അല്ലേ. അപ്പോൾ യക്തുബു എഴുതുന്നു ഡാഷ് അദ്ദർസ. അവിടെ ഡാഷിൻ്റെ ഭാഗത്ത് എന്താണ് കൊടുക്കേണ്ടത്? അൻത നീ എന്നാണ് എഴുതേണ്ടത്, വലത് എന്നാണ് എഴുതേണ്ടത്, ബിൻത്ത് എന്നാണ് എന്താ എഴുതേണ്ടില്ല? വലത് അല്ലേ. അപ്പോൾ നമ്മൾ വലത് എന്നാണ് എന്താവേണ്ടത്? അവിടെ എഴുതേണ്ടി വരിക. ഇനി ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ രണ്ടാലൊന്നാണ് ചെയ്യേണ്ടത്, രണ്ടും കൂടി ചെയ്യേണ്ടതില്ല. അപ്പോൾ അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. നുക്മിലു ബിൽ കലിമാത്തിൽ മുനാസിബ. യോജിച്ച വാക്കുകൾ കൊടുത്ത് പൂർത്തിയാക്കുക. ഒന്നാമത്തെ ഡാഷ് അൽ വലതു ബിൽ കുറത്തി. വിദ്യാർത്ഥി കുറത്ത് കൊണ്ട് ഡാഷ് ചെയ്യുന്നു. അവിടെ വലത് എന്നുള്ളത് ആൺകുട്ടിയാണ്. അപ്പോൾ നമുക്ക് തെലഅബു ആണോ യൽഅബു ആണോ കൊടുക്കേണ്ടത്? നമുക്കറിയാം ആൺകുട്ടിയാണെങ്കിൽ യാ ഉള്ളതാണ് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ യാ ഉള്ളത് യൽഅബു ആണ്. അപ്പോൾ യൽഅബു ആണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് ഡാഷ് അൽ ബിൻതു ഇലൽ മദ്രസത്തി. പെൺകുട്ടി മദ്രസയിലേക്ക് തദ്ഹബു ആണോ യദ്ഹബു ആണോ എന്താ വേണ്ടത്? അവിടെ പെൺകുട്ടി ആയതുകൊണ്ട് ത ഉള്ളതാണ് വേണ്ടത്. അപ്പോൾ അവിടെ തദ്ഹബു ആണ് വേണ്ടത്. ഓക്കെ. ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. അവിടെ ഒരു പെൺകുട്ടി എഴുതുകയാണ്. നുക്കവ്വിനുൽ ജുമൽ. നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. ഹസ്ബസൂറ. ചിത്രം നോക്കിയിട്ട് ചിത്രത്തിനോടനുസരിച്ച് നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ 3 ഡാഷുകളുണ്ട്. അപ്പോൾ അവിടെ ആരാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ കുട്ടി എഴുതുകയാണ് അല്ലേ, പാഠം എഴുതുകയാണ്. ഇപ്പോൾ എഴുതുന്നു എന്നുള്ള എന്താ പറയുക? കതബ യക്തുബു അല്ലേ. ഇപ്പോൾ പെൺകുട്ടി എഴുതുന്നു നമ്മളെന്ത് പറയണം? ആദ്യം ത ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ തക്തുബു എന്ന് കൊടുക്കാം. തക്തുബു. ആരാണ് എഴുതുന്നത്? പെൺകുട്ടി. പെൺകുട്ടിക്ക് എന്താ പറയുക? അൽ ബിന്തു തക്തുബുൽ ബിന്തു. എഴുതുന്നത് തക്തുബുൽ ബിന്തു അദ്ദർസ. പാഠം എഴുതുന്നു. തക്തുബുൽ ബിന്തു അദ്ദർസ. കുട്ടി പാഠം എഴുതുന്നു. അടുത്തൊരു ആൺകുട്ടി വായിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറയുക? വായിക്കുന്നുള്ള എന്താ പറയുക? ഖറ അല്ലേ. അപ്പോൾ ഒരു ആൺകുട്ടി വായിക്കുന്നു യഖറഉ. ആണാവുമ്പോൾ യ ആണ് തുടക്കത്തിൽ വരിക. യഖറഉ വലതു. യഖറഉൽ വലതു. ആൺകുട്ടി വായിക്കുന്നു. എന്താ വായിക്കുന്നത്? അൽ കിതാബ. യഖറഉൽ വലതു അൽ കിതാബ. ആൺകുട്ടി പുസ്തകം വായിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അത് എഴുതാൻ കഴിയും. അത് എങ്ങനെയാണ് തുടക്കത്തിൽ വരുന്ന ഏത് ഫിയൽ മുളാരി വരുമ്പോൾ തുടക്കത്തിൽ എന്താണ് വരിക എന്നുള്ള അക്ഷരം നോക്കിയിട്ട് ആരാണ് അതിൻ്റെ ചെയ്ത ആൾ എന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇനി അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് നുറത്തിബുൽ ജുംലത്ത. സെൻറ്റൻസ് ഓർഡർ ആക്കുക. അവിടെ കാണാം അൽ കിതാബ അൽ വലതു യഖറഉ. നമ്മൾ മുമ്പത്തെ ജുംലകളിലേക്ക് നോക്കി നമുക്ക് മനസ്സിലാവും ഏതിനെയാണ് ആദ്യം കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആദ്യം യഖറഉ എന്നാണ് കൊടുക്കേണ്ടത് അല്ലേ. ആദ്യം ഫിഅൽ, പിന്നെ ഫാഇൽ, പിന്നെ മഫ്ഊൽ. അപ്പോൾ ഫിഅൽ ഏതാണ്? യഖറഉ ആണ് ആദ്യം കൊടുക്കേണ്ടത്. നമുക്ക് എഴുതാം യഖറഉ. ആരാണ് വായിക്കുന്നത്? അൽ വലതു യഖറഉ. എന്താ വായിക്കുന്നത്? അൽ കിതാബ. യഖറഉൽ വലതു അൽ കിതാബ. ആ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമുക്കൊരു കഥ ഉണ്ടാക്കാനാണ്. കഥ ഉണ്ടാക്കാൻ വേണ്ട ചിത്രങ്ങൾ നമുക്കവിടെ നൽകിയിട്ടുണ്ട്. ചിത്രങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് കഥ ഉണ്ടാക്കേണ്ടത്. വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്കവിടെ പോയിന്റുകൾ തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഖാലൽ ബുൽബുലു അന അജ്മലു മിൻക വ അസ്റ. ഞാൻ എന്നേക്കാൾ വേഗമുള്ളവനും സൗന്ദര്യമുള്ളവനുമാണ്. ഖാലൽ ബുൽബുൽ അന മുസ്തഇദ്. ഞാൻ റെഡിയാണ്. കാന ഫിൽ ഹദീഖത്തി ബുൽബുലുൻ വ ഖുറാബൻ. ഹദീഖത്തിൽ തോട്ടത്തിൽ ഒരു ബുൽബുലും കുയിലും അതുപോലെ തന്നെ ഒരു കാക്കയും ഉണ്ടായിരുന്നു. സബക്കൽ ഖുറാബു അൽ ബുൽബുല വഫാസ. ഖുറാബ് കുയിലിനേക്കാൾ മുമ്പിലെത്തുകയും വിജയിക്കുകയും ചെയ്തു. ബദ സിബാഖു ബൈനൽ ബുൽബുലി വൽ ഖുറാബി. ബുൽബുലിൻ്റെയും ഖുറാബിൻ്റെയും ഇടയിൽ മത്സരം ആരംഭിച്ചു. മറ്റുള്ള കഥയിൽ അത് വേണ്ട ഭാഗത്ത് കൃത്യമായി ചേർക്കുകയാണ് വേണ്ടത്. ആദ്യമായിട്ട് കഥ തുടങ്ങുമ്പോൾ എന്താ പറയുക? കാട്ടിൽ ഒരു കാക്കയും കുയിലും ഉണ്ടായിരുന്നു അല്ലേ. അത് പറയുന്നത് എന്താണ്? കാന ഫിൽ ഹദീഖത്തി
ബുൽബുലുൻ വ ഖുറാബുൻ. നമുക്ക് ഒന്നാമത്തോടത്ത് എഴുതാം. ഒന്നാമത്തതിൽ കാന ഫിൽ ഹദീഖത്തി ബുൽബുലുൻ വ ഖുറാബുൻ. പിന്നെ അടുത്തത് എന്താ പറയേണ്ടത്? ബുൽബുൽ കാക്കനെ വെല്ലുവിളിക്കണം. ഖാൽ ബുൽബുലു അന അജ്മലു മിൻക വസ്റ, ഞാൻ നിന്നേക്കാൾ വേഗമുള്ളവനാണ് എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കാം. ആ വെല്ലുവിളി കഴിഞ്ഞു. അപ്പോൾ ഖാലൽ ഖുറാബു, ഖുറാബ് പറഞ്ഞ അൽ ജമാലു ലൈസ സബബൻ ലിൽ ഫൗസ്, വിജയിക്കാനുള്ള കാരണം സൗന്ദര്യമല്ല. അന അഖ്വ മിൻക, ഞാനാണ് നിന്നേക്കാൾ ശക്തിയുള്ളവൻ. യഖൂമു ബിസ്സിബാഖി ത്വർ, നമുക്ക് പറക്കൽ മത്സരം നടത്താം എന്ന് പറഞ്ഞപ്പോൾ അതാര് ഏറ്റെടുക്കണം? ഖാലൽ ബുൽബുലും. അപ്പോൾ ബുൽബുൽ അന മുസ്തഇദുൻ, ഞാനതിന് റെഡിയാണ് എന്ന് പറഞ്ഞ് പറക്കൽ മത്സരത്തിന് ബുൽബുൽ സമ്മതിച്ചു. അതിനുശേഷം പിന്നെ എന്താ ഉണ്ടായത്? അടുത്തത് അവർ പറക്കൽ മത്സരം തുടങ്ങി അല്ലേ? ഈ ഫോട്ടോയിൽ അഞ്ചാമത്തെ ഫോട്ടോ പറക്കൽ മത്സരം ആരംഭിച്ചു. പറക്കൽ മത്സരം ആരംഭിച്ചു എന്നുള്ള വാക്കവിടെ ബദ അസ്സിബാഖ് ബൈനൽ ബുൽബുലി വൽ ഖുറാബി, ഖുറാബിൻ്റെയും ബുൽബുലിൻ്റെയും ഇടയിൽ പറക്കൽ മത്സരം ആരംഭിച്ചു. ആറാമത്തത് അസ്ന അസ്സിബാഖി റഅ സൂറത്തഹു ഫീമ ഇൽ ബിർക്കത്തി, കുളത്തിലെ വെള്ളത്തിൽ നോക്കിയപ്പോൾ പറക്കുന്നതിനിടയിൽ കുളത്തിലെ വെള്ളത്തിൽ തൻ്റെ ഫോട്ടോ കണ്ടു. ജലസ ഇൻദഹ, അപ്പോൾ ആ ഫോട്ടോ നോക്കിയിട്ട് കുയിൽ അവിടെ ഇരുന്നു. അപ്പോൾ എന്തുണ്ടായി? കാക്ക ഫസ്റ്റ് എത്തി അല്ലേ? അവസാനത്തിൽ കാക്ക ഫസ്റ്റ് എത്തി. അതെവിടെ? അവസാനത്തെ ഇതിൽ ചേർക്കേണ്ടത് സബക്കൽ ഖുറാബുൽ ബുൽബുല, കാക്ക ബുൽബുലിനേക്കാൾ മുമ്പിലെത്തി വഫാസ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അവസാനത്തിൽ അതും എഴുതി കൊടുക്കുക. അപ്പോൾ 20ലാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്വസ്റ്റ്യനുകൾ ഉണ്ടാവുക. വിദ്യാർത്ഥികളെല്ലാം നന്നായി പഠിച്ച് കൃത്യമായിട്ട് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും.